Hi students, നമുക്ക് ഇന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ കുറേ എൻട്രൻസ് പോയിന്റ്സ് നോക്കാം. കാരണം ധാരാളം ക്വസ്റ്റ്യൻസ് ഈ എൻട്രൻസ് പോയിന്റ്സിന് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എൻട്രൻസ് പോയിന്റ്സ് ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് നോക്കാം. കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഞാനിവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ഇടും. എൻട്രൻസ് പോയിന്റ്സിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുന്നു. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 = 0 ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 = 0. രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്താൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫാക്ടറൈസ് ചെയ്യുന്നു ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ. x - 3 into x - 2 equal to 0. Factorize ചെയ്തു. So x - 3 is equal to 0 or x - 2 is equal to 0. So x equal to 3, x equal to 2. Okay, ഞാൻ സെക്കൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫാക്ടറൈസ് ചെയ്യുന്നു. x - 3 into x - 4 is equal to 0. That is, ഇവിടുന്ന് കിട്ടും x equal to 3, x equal to 4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ കുട്ടികളെ? ഈ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനും ഒരു റൂട്ട് കോമൺ ആണ്. ശരിയല്ലേ? x equal to 3 ഒരു കോമൺ റൂട്ടാണ്. ഫസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 = 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനും എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 = 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനും ഒരു റൂട്ട് കോമൺ ആണ്. x equal to 3. 3 എന്ന റൂട്ട്സ് കോമൺ ആണ്. 3 is a common root. Here 3 is the common root. Common roots. 3 അതിൻ്റെ കോമൺ റൂട്ട്സ് ആണ്. ഇവിടുന്ന് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ കിട്ടും. രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനും കൂടെ ഒരു റൂട്ട് കോമൺ ആണെങ്കിൽ ഒരു റിലേഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുന്നു. ഞാൻ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് ഒന്ന് എടുക്കുന്നു. ആദ്യ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻ 1 -5 6. സെക്കൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കോഎഫിഷ്യന്റ് 1 -7 12. ഈ റിലേഷൻ നോക്കാം. ജസ്റ്റ് 1 into -7 that is -7. ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. 1 into -7 that is -7 minus 1 into -5 that is -5. 1 into -5 that is -5 into അടുത്ത ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -5 into 12 that is 60 minus of -7 into 6 that is -42. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. -7 plus -7 plus 5 into -60 plus 42. ഒന്ന് ശ്രദ്ധിക്കട്ടെ കുട്ടികളെ. that is -2 into -18. so we get plus 36 എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ആദ്യത്തെ രണ്ട് കോഎഫിഷ്യൻസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടാമത്തെ കോഎഫിഷ്യൻസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ശരിയല്ലേ? ഇനി ഞാൻ ഒരു കാര്യം ചെയ്തു. ഒന്നാമത്തതും മൂന്നാമത്തെ കോഎഫിഷ്യൻസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 into 12 that is 12 minus 1 into 6 that is 6 that is equal to 6. 6 into square that is equal to 36. രണ്ടും ഈക്വൽ അല്ലേ? that is this is equal to 1 into 12 that is 12 minus 1 into 6 the whole square. അതാണ് ഇവിടുത്തെ റിലേഷൻ. that is 1 into -7 that is -7 minus 1 into -5 into -5 into -2 that is -60 minus -7 into 6 that is -42 that is equal to ഞാൻ 1 2 എടുത്തു, പിന്നെ 2 3 എടുത്തു, ഇനി 1 3 കൂടെ എടുക്കുന്നു. 1 3 എടുക്കും. 1 into 12 that is 12 minus 1 into that is 6. 12 minus 6 the whole square.
ദാറ്റ് ഈസ് രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൂടെ ഒരു റൂട്ട് കോമൺ ആണെങ്കിൽ, ദാറ്റ് ഈസ് ഞാൻ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ a1x² plus b1x plus c1 is equal to 0, a2x² plus b2x plus c2 is equal to 0. രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനുടെ ഒരു റൂട്ട് കോമൺ ആണെങ്കിൽ വി ഹാവ് എ റിലേഷൻ ദാറ്റ്, ആദ്യം നിങ്ങൾ ആ കോഎഫിഷ്യൻസ് എടുക്കുക, a1 b1 c1 a2 b2 c2. എന്താണ് റിലേഷൻ എന്ന് വെച്ചാൽ a1 b2 മൈനസ് a2 b1 is equal to b1 c2 മൈനസ് b2 c1. that is equal to a1 c2 minus a2 c1 the whole square. That is a relation. a1 b2 minus a2 b1 into b1 c2 minus b2 c1 is equal to a1 c2 minus a2 c1 the whole square. രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനുടെ ഒരു റൂട്ട് കോമൺ ആണെങ്കിൽ ഈ ഒരു റിലേഷൻ നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കോഎഫിഷ്യൻസ് എടുത്ത് നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാവുന്നതേ ഉള്ളൂ. If two quadratic equations have one root common, then we have a relation that a1 b2 minus a2 b1 into b1 c2 minus b2 c1 is equal to a1 c2 minus a2 c1 the whole square എന്ന ഒരു റിലേഷൻ നമുക്ക് കിട്ടും. ഈ ഒരു റിലേഷൻ വെച്ചിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് എൻട്രൻസിൽ ചോദിച്ചിട്ടുണ്ട്. രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു റൂട്ട് കോമൺ ആണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷനാണ് ഞാനിവിടെ പറഞ്ഞത്. a1 b2 മൈനസ് a2 b1 ഇൻറ്റു b1 c2 മൈനസ് b2 c1 ഇസ് ഈക്വൽ ടു a1 c2 മൈനസ് a2 c1 ദ ഹോൾ സ്ക്വയർ. നിങ്ങൾ ജസ്റ്റ് ആ കോഎഫിഷ്യന്റ് മാത്രം എടുത്താൽ മതി. a1 b1 c1 a2 b2 c2 ജസ്റ്റ് ആ കോഎഫിഷ്യൻസ് എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ഇറ്റ് a1 b2 മൈനസ് a2 b1 a1 b2 മൈനസ് a2 b1 ഇസ് ഈക്വൽ ടു ഇൻറ്റു b1 c2 മൈനസ് b2 c1 ഇസ് ഈക്വൽ ടു a1 c2 മൈനസ് a2 c1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ ആണോ സ്റ്റുഡൻസ്? മനസ്സിലായല്ലോ? ഓക്കെ സ്റ്റുഡൻസ്, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആ കോമൺ റൂട്ട്സിന് ബേസ്ഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. If x square plus px minus 5 is equal to 0 and x square plus qx plus 5 is equal to 0, where p not equal to q having a common root, then p square minus q square is equal to entrance points related ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെയും കോഎഫിഷ്യൻസ് ആദ്യം എടുക്കാം. കോഎഫിഷ്യൻ നോക്കിയേ, 1 p minus 5, second 1 q plus 5. That is cross multiply ചെയ്യുന്നു. 1 into q minus 1 into p, that is p into p into 5, that is 5p minus of q into minus, that is minus 5q is equal to 1 into 5, that is 5 minus 1 into minus 1, that is minus 5 the whole square. 1 into q, that is q minus 1 into p into 5, that is 5p minus q into minus, that is minus 5q is equal to 1 into that 5, that is 5 minus 1 into minus 5 the whole square, that is q minus p into 5p plus 5q minus into minus, that is plus 5p plus 5q is equal to 5 plus 5 the whole square. Okay students, that is q minus p into ഒരു 5 കോമൺ എടുക്കാം, 5 into p plus q, that is equal to 5 plus 5, that is 10 to the square 100. ഓക്കെ അല്ലേ? ഈ 5ഉം ഈ 100 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. നമുക്ക് q മൈനസ് പി എ മൈനസ് ഓഫ് പി മൈനസ് ക്യൂ എന്ന് എഴുതാം, ഇൻറ്റു പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 20
So we get minus of p plus q into p minus, that is p square minus q square എന്ന് കിട്ടും, is equal to 20. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ആണ്. സോ പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് ആൻസർ -20 എന്ന ആൻസർ കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു -20. ഓക്കെ, കോമൺ റൂട്ട്സിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതും കോമൺ റൂട്ട്സിന്, രണ്ട് ക്വാഡ്രാറ്റിക് ഒരു റൂട്ട് കോമൺ ഉള്ള എന്ന ക്വസ്റ്റ്യൻ ആണ്. a not equal to b if the equation x square plus bx, x square plus ax plus b is equal to 0 and x square plus bx plus a is equal to 0 have a common root. Common roots have a common root എവിടെ കണ്ടാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ആ കോഎഫിഷ്യൻസ് എടുക്കാം. 1 a b 1 b a ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into b, 1 into b that is b minus 1 into a that is a into a that is a square minus b into b that is b square is equal to 1 into a minus 1 into b that is b the whole square. മനസ്സിലാവുന്നുണ്ടോ? that is b minus a into, ഇവിടെ നോക്കിയേ, a square minus b square നമുക്ക് a plus b into a minus b എന്ന് എഴുതാം. that is equal to a minus b the whole square. അല്ലേ കുട്ടികളെ? ഇവിടെ ഒരു മൈനസ് കോമൺ എടുക്കാം. മൈനസ് ഓഫ് a minus b into a plus b into a minus b is equal to a minus b the whole square. ശരിയല്ലേ? നോക്കൂ, a minus b into a minus, that is a minus b the whole square. അല്ലെങ്കിൽ നമുക്ക് നോക്കാം, a minus b ഒരു a minus b ഒരു a minus b the whole square ക്യാൻസൽ ആയി. ഫൈനലി വി ഗെറ്റ് മൈനസ് ഓഫ് a plus b is equal to 1. സോ a plus b നമുക്ക് വേണ്ട a plus b യുടെ വാല്യൂ, a plus b is equal to -1. a plus b is equal to -1 എന്ന ആൻസർ എടുക്കും. സോ ദ ആൻസർ ഈസ് -1. ക്ലിയർ അല്ലേ സ്റ്റുഡൻസ്? കോമൺ റൂട്ട്സ് നന്നായിട്ട് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട് കുട്ടികളെ. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0യും 2x സ്ക്വയർ മൈനസ് 10x പ്ലസ് 12 ഈക്വൽ ടു 0യും. നമുക്കിത് ഫെമിലിയർ ആയുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിന്റെ റൂട്ട് നിങ്ങൾക്ക് അറിയാം, x ഈക്വൽ ടു 3, x ഈക്വൽ ടു 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത സെയിം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ കിട്ടും ഇവിടെ. അപ്പോൾ ഇതിന്റെ റൂട്ട് x ഈക്വൽ ടു 3, x ഈക്വൽ ടു 2 തന്നെയാണ് അല്ലേ? ഇനി ഇതിന്റെ പ്രത്യേകത എന്താ നോക്കാം. ഇവിടെ കോഎഫിഷ്യന്റ് 1 ആണ്. 1 divided by 2 is equal to, ഇവിടെ നോക്കിയേ, -5. -5 divided by -10 is equal to 6 divided by 12. So we get 1/2 is equal to 1/2 is equal to 1/2. ഉണ്ടോ? രണ്ട് റൂട്ട്സും കോമൺ ആണെങ്കിൽ we have a condition that ഇവിടെ if both roots are common, രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. a1x square plus b1x plus c1 is equal to 0 and a2x square plus b2x plus c2 is equal to 0. if both roots are common, രണ്ട് റൂട്ടും കോമൺ ആണെങ്കിൽ a1 by a2 is equal to b1 by b2 is equal to c1 by c2. a1 by a2 is equal to b1 by b2 is equal to c1 by c2. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. if both roots are common, then we have a condition that a1 by a2 is equal to b1 by b2 is equal to c1 by c2. okay അല്ലേ സ്റ്റുഡൻസ്? നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, ബോത്ത് റൂട്ട്സ് ആർ കോമൺ, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ദ ക്വസ്റ്റ്യൻ നോക്കിയേ, k into 6x square plus 3 plus rx plus 2x square minus 1 is equal to 0 and 6k into 2x square plus 1 plus px plus 4x square minus 2 is equal to 0 have both roots are common, then find p. രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രണ്ട് ക്വാഡ്രാറ്റിക്സിലെയും രണ്ട് റൂട്ടും സെയിം ആണെങ്കിൽ പിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. 6x square into k plus 3k plus rx plus
2x square minus 1 is equal to 0. ആദ്യം x സ്ക്വയറിൻ്റെ കോഷ്യൻ കോമൺ എടുക്കാം. 6x square k 2x square x square കോമൺ എടുത്താൽ 6k plus 2 into x square plus rx plus 3k minus 1 is equal to 0. ഫസ്റ്റ് ക്വാഡ്രാറ്റിക് ഞാൻ സ്റ്റാൻഡേർഡൈസ് ചെയ്തു. സെക്കൻഡ് ക്വാഡ്രാറ്റിക്കേഷൻ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പോവാണ്. ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സെക്കൻഡ് ക്വാഡ്രാറ്റിക്കേഷൻ്റെ 6k into 2x square that is 12k x square plus 6k plus px plus 4x square minus 2 is equal to 0. ആദ്യം x സ്ക്വയറിൻ്റെ കോഷ്യൻ കോമൺ എടുക്കാം. സോ 12k plus 4 into x square 6k പിന്നെ px 6k വേണ്ട px plus 6k minus 2 is equal to 0. ഓക്കെ അല്ലേ? ഇപ്പോൾ രണ്ട് ക്വാഡ്രാറ്റിക്കേഷൻ ഞാൻ സ്റ്റാൻഡേർഡൈസ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് a1 by a2 6k plus 2 divided by 12k plus 4 is equal to rx px r by p a1 by a2 is equal to b1 by b2 is equal to c1 by c2 3k minus 1 divided by 6k minus 2. ശ്രദ്ധിക്കുക കുട്ടികളെ, ഇവിടെ നമുക്ക് ഒരു 2 കോമൺ എടുത്താൽ 6k plus 2 divided by ഒരു 2 കോമൺ എടുത്താൽ 6k plus 4 6k plus 2. ഓക്കെ അല്ലേ? അടുത്ത് ദിസ് ഈസ് ഈക്വൽ ടു r by p is equal to 3k minus 1 divided by 2 കോമൺ എടുത്താൽ 3k plus 1 3k minus 1. ഇവിടെ നോക്കിയേ 6k plus 2ഉം 6k plus 2ഉം കട്ട് ചെയ്തു. 3k minus 1 കട്ട് ചെയ്തു. സോ 1 by 2 is equal to r by p is equal to 1 by 2 ആണല്ലോ. സോ r by p is equal to 1 by 2. സോ p is equal to 2r. കണ്ട, p is equal to 2r എന്ന റിസൾട്ട് കിട്ടും. സോ ആൻസർ ഈസ് p is equal to 2r. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹാവ് എ കോമൺ റൂട്ട്. ബോത്ത് റൂട്ട്സ് ആർ കോമൺ. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് രണ്ട് ക്വാഡ്രാറ്റിക്കേഷൻ്റെയും കോഎഫിഷ്യൻസ് a1 by a2 is equal to b1 by b2 is equal to c1 by c2. a1 by a2 അറിയാം, b1 by b2 അറിയാം, c1 by c2 അറിയാം. ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് 1 by 2 is equal to r by p is equal to 1 by 2. സോ p is equal to 2r എന്ന ആൻസർ കിട്ടി. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത എൻട്രൻസ് പോയിന്റ്സിലോട്ട് നോക്കാം. അടുത്ത എൻട്രൻസ് പോയിന്റ്സ് കോമൺ റൂട്ട്സ് കഴിഞ്ഞാൽ പിന്നെ കോമൺലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റേഷ്യോ റൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. റേഷ്യോ റൂട്ട്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പ്രൂവ് ദാറ്റ്. ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല, ഇതൊരു കൺസെപ്റ്റാണ്, ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല. ഇഫ് m is to n ആർ ദ റേഷ്യോ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ റേഷ്യോ m is to n എങ്കിൽ നമുക്കൊരു ഫേമസ് റിലേഷൻ ഉണ്ട്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c is equal to 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ റേഷ്യോ m is to n എങ്കിൽ വി ഹാവ് എ റിലേഷൻ. ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. b സ്ക്വയർ ബൈ ac is equal to b square by ac is equal to m plus n. റേഷ്യോ ആണ് m plus n the whole square divided by mn.
വളരെ ഉപകാരപ്പെടും. കാരണം എൻട്രൻസിൽ പലപ്പോഴും ഈ ഒരു റിലേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റേഷ്യോ റൂട്ട്സ് എന്ന് കണ്ടാൽ വി ഹാവ് എ റിലേഷൻ. ഇൻ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റേഷ്യോ റൂട്ട്സ് ആർ m/n. റൂട്ട്സിൻ്റെ റേഷ്യോ m/n എങ്കിൽ വി ഹാവ് എ റിലേഷൻ. എന്താ റിലേഷൻ? ബി സ്ക്വയർ ബൈ AC is equal to m plus n the whole square divided by mn. അവിടെ എമ്മും എന്നും അതിൻ്റെ റേഷ്യോ ആണ്, റൂട്ട്സിൻ്റെ റേഷ്യോ ആണ്. BAC എന്താ നിങ്ങൾക്ക് അറിയാം. ബി സ്ക്വയർ ബൈ AC is equal to m plus n the whole square divided by m. ഞാൻ പ്രൂവ് ചെയ്യാതെ അതിൻ്റെ റിലേഷൻ ഞാൻ പഠിപ്പിക്കുകയാണ്. ബി സ്ക്വയർ ബൈ AC is equal to m plus n the whole square divided by m. നമുക്ക് അതിന് റിലേറ്റഡ്, ഇതൊരു ഷോർട്ട് കട്ടാണ്, അതിന് റിലേറ്റഡ് നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ചെയ്യാം. അതേപോലെ റേഷ്യോ റൂട്ട്സിൻ്റെ അതേപോലെ ഒരു റേഷ്യോ റൂട്ട്സ് തന്നാൽ വേറെ റിലേഷൻ ഇവിടെ ഉണ്ട്. നമുക്കറിയാം ബി സ്ക്വയർ ബൈ AC. റേഷ്യോ റൂട്ട്സ് ആർ ഗിവൺ, ദെൻ ബി സ്ക്വയർ ബൈ AC is equal. ഓക്കെ, അതേപോലെ തന്നെ റേഷ്യോ റൂട്ട്സിന് വേറെ റിലേഷൻ ഇവിടെ ഉണ്ട്. നമുക്കറിയാം ബി സ്ക്വയർ ബൈ AC is equal, റേഷ്യോ റൂട്ട്സ് ആർ ഗിവൺ, ബി സ്ക്വയർ ബൈ ACയുടെ വാല്യൂ m plus n the whole square divided by mn ആണ്. ഞാൻ ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. ബി സ്ക്വയർ ബൈ AC is equal to m plus n the whole square, that is m square plus n square plus 2mn divided by mn. ഞാൻ അതിന് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുന്നു. ബി സ്ക്വയർ ബൈ AC is equal to m square divided by mn plus n square divided by mn plus 2mn divided by mn. നോക്കൂ, ഒരു എമ്മും ഒരു എമ്മും കൂടെ കട്ട് ചെയ്തു, ഒരു എന്നും ഒരു എന്നും ക്യാൻസലായി, ഇവിടെ mn മൊത്തം ക്യാൻസലായി പോയി. സോ ബി സ്ക്വയർ ബൈ AC is equal to m by n പ്ലസ് n by m പ്ലസ് 2 എന്ന് വരും. ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ബി സ്ക്വയർ ബൈ AC is equal to m by n റൂട്ട് ഓഫ് m by n ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് n by m നമുക്ക് റൂട്ട് ഓഫ് n by m ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് 2 നമുക്ക് 2 ഇൻറ്റു റൂട്ട് ഓഫ് m by n ഇൻറ്റു റൂട്ട് ഓഫ് n by m എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാലുള്ള ഗുണം റൂട്ടൻ കട്ട് ചെയ്ത് റൂട്ടം കട്ട് ചെയ്ത് 1 കിട്ടുന്നത്, ദാറ്റ് ഇസ് 2 തന്നെ ആവും. അപ്പോൾ ഇത് നോക്കി, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന ഫോമായി. സോ ബി സ്ക്വയർ ബൈ AC is equal to a plus b the whole square, root m by n plus root n by m the whole square എന്നായി. സ്ക്വയർ റൂട്ട് എടുത്താൽ റൂട്ട് m by n പ്ലസ് റൂട്ട് n by m is equal to, രണ്ടിടത്ത് സ്ക്വയർ റൂട്ട് എടുത്താൽ root m by n plus root n by m is equal to b square the square root, that is b by root AC. b by root AC, that is b by root AC എന്ന് കിട്ടും. So root of m by n plus root of n by m is equal to b by root AC എന്ന് കിട്ടും. ഈ ഒരു റിലേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. if ratio roots are given in a quadratic equation, if ratio roots are given, then we have a relation that if m and n are ratio roots, so root of m by n plus root of n by m is equal to b by root AC എന്ന് ഒരു റിലേഷൻ ഉണ്ട്. ഫസ്റ്റ് റിലേഷൻ എന്താണ്? റേഷ്യോ റൂട്ട്സ് ആർ ഗിവൻ, ബി സ്ക്വയർ ബൈ AC is equal to m plus n the whole square divided by mn. ഇതാണ് ഫസ്റ്റ് റിലേഷൻ. അപ്പോൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത വേറെ റിലേഷനാണിത്. റൂട്ട് ഓഫ് m by n പ്ലസ് റൂട്ട് ഓഫ് n by m ഈക്വൽ ടു b by root AC. അപ്പോൾ ഈ രണ്ട് റിലേഷൻ ഓർത്ത് വെക്കുക. ഇപ്പോൾ റേഷ്യോ റൂട്ട്സ് എന്ന് തന്നാൽ ഈ ഒരു റിലേഷൻ നിങ്ങൾ എപ്പോഴും ഓർത്ത് നോക്കണം. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റേഷ്യോ റൂട്ട്സ് ആർ m/n തന്നാൽ വി ഹാവ് എ റിലേഷൻ. അത് ഷോർട്ട് കട്ട് ആയിട്ട് പഠിച്ചു വെക്കാം. ബി സ്ക്വയർ ബൈ AC is equal to m plus n the whole square divided by mn, or root m by n plus root n by m equal to b by root AC. b by root AC. ഈ റിലേഷൻ പഠിച്ചു നോക്കാം. ഒത്തിരി ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഓക്കെ സ്റ്റുഡൻറ്റ്, അതാ ഒരു ക്വസ്റ്റ്യൻ. In a quadratic equation a square plus bx plus c is equal to 0 if one root is 3 times that of other.
one root is 3 times that of other എന്ന് വെച്ചാൽ സോ റേഷ്യോ റൂട്ട്സ് m ഈസ് ടു n എന്ന് പറയുന്നത് m ഈസ് ടു n എന്ന് പറയുന്നത് ഇവിടെ 1:3 ആണ് അല്ലേ. റേഷ്യോ റൂട്ട്സ് തന്നാൽ പ്രോബ്ലം ചെയ്യാൻ വി ഹാവ് എ ഷോർട്ട് കട്ട് ബി സ്ക്വയർ ബൈ എ സി ഇസ് ഈക്വൽ ടു m പ്ലസ് n ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ mn. സോ ബി സ്ക്വയർ ഇവിടെ ബി സ്ക്വയർ ആണ്, ബി സ്ക്വയർ ബൈ എ സി ഇസ് ഈക്വൽ ടു m 1 plus 3 the whole square divided by 1 into 3. So you cross multiply okay, 3b square is equal to 1 plus 3 the whole square, that is 4 square, that is 16 AC എന്ന് കിട്ടും. 1 plus 3 the 4 into square 16 AC എന്ന് കിട്ടും. Okay, so b square by AC is equal to m plus n the whole square by mn എന്ന റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് റേഷ്യോ റൂട്ട്സ് എന്ന് തന്നാൽ പ്രോബ്ലം ചെയ്യാൻ ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? വേറെ ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് വൺ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 3 is equal to 0 is thrice that of other. ത്രൈസ് ആണ്. അപ്പോൾ സോ m is to n റേഷ്യോ റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1:3 ആയിരിക്കും അല്ലേ. സോ ബി സ്ക്വയർ നമുക്കറിയാവുന്ന ഷോർട്ട് കട്ട് ബി സ്ക്വയർ ബൈ എ സി ഇസ് ഇക്വൽ ടു എം പ്ലസ് എൻ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എം എൻ. സോ ബി സ്ക്വയർ ബൈ എ സി, എയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ 1:3 ഇസ് ഈക്വൽ ടു ത്രൈസ് ആയതുകൊണ്ട് റേഷ്യോ എന്താ 1:3. സോ 1 പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1:3. സോ ഈ ഡിനോട്ട് ക്യാൻസൽ ആയി പോയി. ബി സ്ക്വയർ is equal to 4 square. So b is equal to നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? റേഷ്യോ റൂട്ട്സ് എന്ന് കണ്ടാൽ ഈ റിലേഷൻ ഓർത്ത് വെക്കുക. ബി സ്ക്വയർ ബൈ എ സി ഇസ് ഈക്വൽ ടു എം പ്ലസ് എൻ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എം എൻ എന്ന റിലേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? ഓക്കെ സ്റ്റുഡൻസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് റേഷ്യോ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ plus 7x plus 1 is equal to 0 is same as the ratio roots of the equation lambda x square plus 4x minus 5 is equal to 0. രണ്ടിൻ്റെ റേഷ്യോ റൂട്ട്സ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ലാംഡ കണ്ടുപിടിക്കുക. രണ്ടിൻ്റെ റേഷ്യോ റൂട്ട്സ് സെയിം ആണെങ്കിൽ എം പ്ലസ് എൻ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എം എൻ രണ്ടിടത്തും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ ബൈ എ സി, രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ബി സ്ക്വയർ ബൈ എ സിയും സെയിം ആയിരിക്കും. ബി സ്ക്വയർ ബൈ എ സിയും സെയിം ആയിരിക്കും. സോ ഇവിടെ ബി 7 സ്ക്വയർ ഡിവൈഡ് ബൈ എ സി, എയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ 1, 1:1 ഇസ് ഈക്വൽ ടു ഇവിടെ ബി സ്ക്വയർ, ബിയുടെ വാല്യൂ 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സി ലാംഡ ഇൻറ്റു -5. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? 7 സ്ക്വയർ ദാറ്റ് ഈസ് 49 by 1 is equal to 4 square that is 16 divided by -5 lambda. Okay students, so 49 into -5 lambda cross multiply chedu is equal to 16. Okay ano? So 49 minus 5 that is equal to 245 minus 245 lambda is equal to 16. Okay, so lambda is equal to 16 divided by minus 245. So answer lambda is equal to 16 divided by minus 245. Okay students. Okay, next question. Ratio roots in the next question. Okay, x square minus 4mx plus m plus 2 is equal to 0. If ratio roots is 1:3, then m is equal to, നമുക്ക് ആ റിലേഷൻ എടുക്കാം, ബി സ്ക്വയർ ബൈ എ സി ഇസ് ഈക്വൽ ടു, റേഷ്യോ റൂട്ട്സ് എവിടെ കണ്ടാൽ ഈ റിലേഷൻ ഓർത്ത് നോക്കണം, ബി സ്ക്വയർ ബൈ എ സി ഇസ് ഈക്വൽ ടു എം പ്ലസ് എൻ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എം എൻ. ഓക്കെ അല്ലേ? ഇവിടെ ബിയുടെ വാല്യൂ -4m ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ എം പ്ലസ് 2 is equal to m plus n the whole square divided by mn, that is 1 plus 3 the whole square divided by 1 into 3. Now students, that is 16m square divided by m plus 2 is equal to, again 1 plus 3 that is 4 square, that is 16 divided by 3. ഇവിടെ നോക്കിയേ, ഈ 16 കട്ട് ചെയ്തു, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3m square
is equal to m plus 2. Okay, students. So 3m square minus m minus 2 is equal to 0. 3m square minus m minus 2 is equal to 0. Just a coefficient add it. 3 plus minus 1 plus minus 2 is equal to 0. Alright, students. So, just a coefficient add ഇത് 0 കിട്ടിയാൽ ഒരു റൂട്ട് 1 ആയിരിക്കും, മറ്റേ റൂട്ട് c by a ആണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഒരു റൂട്ട് 1 മറ്റേ റൂട്ട് എന്താ -2/3. സോ നമുക്ക് എമ്മിൻ്റെ വാല്യൂ ഒന്നുകിൽ നമുക്ക് എന്ത് കിട്ടും 1 കിട്ടും, ഓർ എമ്മിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും -2/3 കിട്ടും. സോ റേഷ്യോ റൂട്ട്സ് എവിടെ കണ്ടാലും നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യണം. b² / ac = m + n the whole square divided by mn എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്താൽ പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അതും റേഷ്യോ റൂട്ട്സ് വെച്ച് ചെയ്തൊരു പ്രോബ്ലം തന്നെയാണ്. ഇഫ് p × q greater than 0, the roots of the equation lx² plus mx plus m is equal to 0 are in the ratio p is to q. റേഷ്യോ റൂട്ട്സ് p is to q ആണ്. അപ്പം നമ്മൾ രണ്ടാമതൊരു റിലേഷൻ നിങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇഫ് റേഷ്യോ റൂട്ട്സ് ആർ m is to n, then we have root of n by m plus root of n by m equal to b by root ac എന്നൊരു കൺസെപ്റ്റ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിലേഷൻ വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ചെയ്യാം. റൂട്ട് ഓഫ് p by q, റേഷ്യോ റൂട്ട്സ് ഇവിടെ p by q ആണ്, പ്ലസ് റൂട്ട് ഓഫ് q by p is equal to ഇവിടെ ബിയുടെ വാല്യൂ എത്ര m ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സി, എയുടെ വാല്യൂ എത്ര എൽ ഇൻറ്റു എം. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് പി ബൈ ക്യൂ പ്ലസ് റൂട്ട് ഓഫ് ക്യൂ ബൈ പി ഇസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ റൂട്ട് എൽ ഇൻറ്റു റൂട്ട് എം എന്ന് കിട്ടി. ഈ റൂട്ട് എമ്മും എമ്മൂടെ കട്ട് ചെയ്താൽ നമുക്ക് എന്താ റൂട്ട് എം എന്ന് കിട്ടും. റൂട്ട് ഓഫ് പി ബൈ ക്യൂ പ്ലസ് റൂട്ട് ഓഫ് ക്യൂ ബൈ പി is equal to root m by root l എന്ന് കിട്ടും. അത് ഇപ്പുറത്തെ സൈഡ് കൊണ്ടുവന്നാൽ റൂട്ട് ഓഫ് പി ബൈ ക്യൂ പ്ലസ് റൂട്ട് ഓഫ് ക്യൂ ബൈ പി മൈനസ് റൂട്ട് ഓഫ് എം ബൈ എൽ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി 0 എന്ന് കിട്ടി. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? ക്ലിയർ ആണല്ലോ? സോ രണ്ട് റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. റേഷ്യോ റൂട്ട്സ് രണ്ട് റിലേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രണ്ട് റിലേഷൻ രണ്ടാമത്തെ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്. രണ്ടാമത്തെ റിലേഷൻ നിങ്ങൾക്ക് അറിയാം, ഇഫ് റേഷ്യോ റൂട്ട്സ് ആർ m is to n, the root of m by n plus root of n by m is equal to b by root ac എന്ന കൺസെപ്റ്റ് ആ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? വേറൊരു ക്വസ്റ്റ്യൻ, റേഷ്യോ റൂട്ട്സിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ. ദ കണ്ടീഷൻ ദാറ്റ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ px² minus px plus q is equal to 0 are in the ratio p is to q. ഇവിടെ റേഷ്യോ റൂട്ട്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ റേഷ്യോ റൂട്ട്സ് തന്നാൽ വി ഹാവ് നമുക്കറിയാവുന്ന ഷോർട്ട് കട്ട് b² by ac is equal to m plus n the whole square divided by mn. ഓക്കെ അല്ലേ? ഇവിടെ ബിയുടെ വാല്യൂ മൈനസ് പി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സി, എയുടെ വാല്യൂ പി, സിയുടെ വാല്യൂ ക്യൂ, പി ക്യൂ is equal to m plus n. അവിടെയും റേഷ്യോ റൂട്ട്സും p is to q ആണ്. സോ p plus q the whole square divided by pq. രണ്ട് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് 1 ആയി. മൈനസ് പി ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ. നോക്കൂ, രണ്ടിടത്തെ പി സ്ക്വയറും കട്ട് ചെയ്തു. 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് 0 കിട്ടി. വേണമെങ്കിൽ അതിനകത്ത് ക്യൂ കോമൺ എടുക്കാം. ക്യൂ കോമൺ എടുത്താൽ ക്യൂ ഇൻറ്റു 2p plus q is equal to 0. That means q is equal to 0 or 2p plus q is equal to 0. p q root ratio ആയതുകൊണ്ട് q ഒരിക്കലും എന്താകില്ല 0 ആകരുത്. q not equal to 0. So the final answer 2p plus q is equal to 0 എന്ന് കിട്ടും. That's the correct answer. So ഇവിടെ ഓപ്ഷൻ ദാ 2p plus q is equal to 0 എന്ന ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ സ്റ്റുഡൻസ്? റേഷ്യോ റൂട്ട്സ് എവിടെ കണ്ടാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടാണ്. b² by ac is equal to m plus n the whole square divided by mn എന്നൊരു കൺസെപ്റ്റ് എടുത്ത് നിങ്ങൾ ആ പ്രോബ്ലം ചെയ്തേക്കണം. ഓക്കെ അല്ലേ? വേറൊരു ക്വസ്റ്റ്യൻ, ഇതൊരു
ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ഈസ് സെയിം ആസ് ദ റേഷ്യോ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ a1 x square plus b1 x plus c1 is equal to 0. Prove that b square by ac is equal to b1 square divided by a1 c1. വളരെ സിമ്പിൾ. ആ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയതുകൊണ്ട് രണ്ടിടത്തെയും റേഷ്യോ റൂട്ട്സ് സെയിം ആണെങ്കിൽ എം പ്ലസ് എൻ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എം എൻ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടിടത്തെ ബി സ്ക്വയർ ബൈ എ സി സെയിം ആയിരിക്കും. ബി സ്ക്വയർ ബൈ എ സി രണ്ട് സൈഡും സെയിം ആയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ബി സ്ക്വയർ ബൈ എ സി തന്നെയാണ്. സെക്കൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ കോഎഫിഷ്യൻ നോക്കിയാൽ ബിക്ക് വരം b1 സ്ക്വയർ ബൈ എക്ക് വരം a1 ഇൻറ്റു എന്താ സി. വളരെ പെട്ടെന്ന് കിട്ടി. ഈ പെട്ടെന്ന് കിട്ടാനുള്ള കാരണം ഷോർട്ട് കട്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ്. സോ ബി സ്ക്വയർ ബൈ എ സി ഈക്വൽ ടു b1 സ്ക്വയർ ഡിവൈഡ് ബൈ a1 c1 എന്ന ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? നെക്സ്റ്റ് എൻട്രൻസ് പോയിന്റ്സ് ആണ്. In a quadratic equation, if roots are equal in magnitude but opposite in sign, then coefficient of x equal to 0 or b is equal to 0. നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണിത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ഈക്വൽ ആണ് ബട്ട് ഓപ്പോസിറ്റ് സൈൻ. അപ്പോൾ റൂട്ട് ഒരെണ്ണം ആൽഫ ആണെങ്കിൽ മറ്റേ റൂട്ട് എന്താ മൈനസ് ആൽഫ. അപ്പോൾ സം ഓഫ് റൂട്ട്സ് എടുക്കാം. സം ഓഫ് റൂട്ട്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് മൈനസ് ആൽഫ. സോ സം ഓഫ് റൂട്ട്സ് നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. സം ഓഫ് റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഫോമുല മൈനസ് ബി ബൈ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൈനസ് ബി ബൈ എ ഈക്വൽ ടു 0. മൈനസ് എ ഇപ്പുറത്ത് കൊണ്ടുപോയാൽ മൈനസ് ബി ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. സോ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ബി ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ ബി ഈക്വൽ ടു 0 മീൻസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഈക്വൽ ടു 0. എക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇൻ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇഫ് റൂട്ട്സ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ ദെൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എപ്പോഴും 0 ആയിരിക്കും. അതായത് ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? ബി ഈക്വൽ ടു റൂട്ട്സ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ ദെൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ദാറ്റ് ഈസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. Okay students, if roots of the equation 1 by x plus p plus 1 by x plus q is equal to 1 by r are equal in magnitude but opposite in size, then p plus q is equal. ആദ്യം നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് ഇതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുകയാണ്. 1 by x plus p plus 1 by x plus q is equal to 1 by r. ഒരു കാര്യം ചെയ്യാം, നമുക്ക് x plus p into x plus q ഇൻറ്റു ആർ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ത്രൂ ഔട്ട് ഈ ഒരു LCM കൊണ്ട് മൾട്ടിപ്ലൈ എക്സ് പ്ലസ് പി ഇൻറ്റു എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു ആർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ക്യാൻസൽ ചെയ്യുന്ന ടൈം എക്സ് പ്ലസ് പി റിമൈനിങ് അവിടെ എന്ത് കിട്ടും? എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു ആർ എന്ന് കിട്ടും. ഇവിടെ എക്സ് പ്ലസ് ക്യൂ കട്ട് ചെയ്ത് നമുക്ക് എക്സ് പ്ലസ് പി ഇൻറ്റു ആർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്ന എക്സ് പ്ലസ് പി ഇൻറ്റു എക്സ് പ്ലസ് ക്യൂ എന്ന് കിട്ടും. എക്സ് പ്ലസ് പി ഇൻറ്റു എക്സ് പ്ലസ് ക്യൂ എന്നും കിട്ടും. ഓക്കെ, നിങ്ങളൊരു കാര്യം ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് മാത്രം കണ്ടുപിടിച്ച് അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്താണ്? 6 ആണ് അല്ലേ? ഇവിടെ കോഎഫിഷ്യന്റ് എക്സ് എത്രയാണ്? 6 ആണ്. ഇസ് ഈക്വൽ ടു ഇവിടെ കോഎഫിഷ്യന്റ് എക്സ് നോക്കിയേ, ക്യു എക്സ് പ്ലസ് പി എക്സ് അല്ലേ? സോ 2r ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഇൻറ്റു എക്സ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് മാത്രം ഇക്വേറ്റ് ചെയ്താൽ മതി. ഇത് ഇപ്പുറത്ത് കൊണ്ടുവരുന്ന 2r മൈനസ് പി പ്ലസ് ക്യൂ ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇത്രയാണ്, അതെന്തായി മാറും? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇത്രയാണ്, എന്തായി മാറും? 0 ആയി മാറും. സോ പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് ആൻസർ കിട്ടി 2r എന്ന് കിട്ടി. നിങ്ങളത് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. LHS സൈഡിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇവിടെ 6 വരും, ഇവിടെ എന്ത് വരും? 6 വരും. 2r എന്നാണ് നമുക്ക് കിട്ടുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് നോക്കിയേ, പി എക്സും കിട്ടും ക്യു എക്സും കിട്ടും. കോഎഫിഷ്യൻ്റ് എക്സ് പുറത്തെടുത്താൽ പി പ്ലസ് ക്യൂ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സൈഡിലോട്ട് കൊണ്ടുവരണം. ഒരു സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ഓഫ് പി പ്ലസ് ക്യൂ എന്ന് വരും. സോ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് കംപ്ലീറ്റ്ലി നമുക്ക് 2r മൈനസ് പി പ്ലസ് ക്യൂ എന്ന് വരും. അതെന്തായി മാറും? 0 ആയി മാറും. കാരണം റൂട്ട്സ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് മാത്രം കണ്ടുപിടിക്കുക, അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ കോഎഫിഷ്യൻ്റ് എക്സ് എന്താ? 2r മൈനസ് പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 0. സോ ആൻസർ ഈസ് പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 2r. നമുക്ക് പി പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ ആണ് വേണം. സോ പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 2r എന്ന് കിട്ടി. ഓക്കെ അല്ലേ?
ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ a divided by x minus a plus b divided by x minus b is equal to 1 are equal in magnitude but opposite side. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. a divided by x minus a plus b divided by x minus b is equal to എന്താ 1. LCM ആയ x minus a into x minus b കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ആദ്യം x minus a കട്ട് ചെയ്ത് നമുക്ക് a into x minus b എന്ന് വരും, ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് ഇവിടെ x minus b കട്ട് ചെയ്ത് b into x minus a വരും, ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ x minus a into x minus b വരും. നിങ്ങളിത് സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കോഎഫിഷ്യന്റ് x മാത്രം എടുക്കുക. ഇവിടെ LHS സൈഡിൽ കോഎഫിഷ്യന്റ് x എന്താണ്? a. ഇവിടെ എന്ത് വരും? b. a പ്ലസ് b. റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയേ, നിങ്ങൾക്ക് എന്ത് കിട്ടും? മൈനസ് എ എക്സും കിട്ടും, മൈനസ് ബി എക്സ്, ദാറ്റ് ഇസ് മൈനസ് എ മൈനസ് ബി അല്ലേ. സോ എ പ്ലസ് ബി ഇതെല്ലാം ഇപ്പുറത്ത് ഒരു പ്ലസ് എ പ്ലസ് ബി, ഇത്രയാണ് ഇക്വേഷൻ എടുക്കുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആയിട്ട് ഇത്രയും വരും അല്ലേ. ഈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇത്രയാണ്. ഇത് ഒരു സൈഡിൽ കൊണ്ടുപോയി എ പ്ലസ് ബി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു മൈനസ് എ, ഇപ്പുറത്ത് വരും പ്ലസ് മൈനസ് ഇപ്പുറത്ത് പ്ലസ് എ വരും, മൈനസ് ബി ഇപ്പുറത്ത് പ്ലസ് ബി വരും. സോ നിങ്ങൾക്ക് എന്താ 2a പ്ലസ് 2b ആണ് ടോട്ടലി നിങ്ങൾക്ക് കിട്ടുന്ന കോഎഫിഷ്യന്റ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ 0. സോ 2 കോമൺ എടുത്താൽ 2 into a plus b is equal to 0. ഫ്രം ദിസ് a plus bയുടെ വാല്യൂ നമുക്ക് എന്തായി? 0 ആയി അല്ലേ. 2 into a plus b is equal to 0. സോ 2 ഡിവൈഡ് ചെയ്താൽ a plus b is equal to 0. So the right option is a plus b is equal to 0. So roots are equal in magnitude but opposite in sign എന്നൊരു ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് മാത്രം കണ്ടുപിടിച്ച് 0 ടിക്കറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? വേറൊരു ക്വസ്റ്റ്യൻ, അതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. a divided by x plus a square minus a plus b divided by x plus b minus b square x plus b square minus b is equal to 1 are equal in magnitude but opposite in sign. നോക്കാം. a divided by x plus a square minus a plus b divided by x plus b square minus b is equal to 1. LCM ഇവിടെ എന്താ? x plus a square minus a x plus b square minus b, ഇതാണ് LCM. ഈ LCM കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ x plus a square minus a കട്ട് ചെയ്ത് a into x plus b square minus b, ഇവിടെ x plus b square minus b കട്ട് ചെയ്ത് b into x plus a square minus a is equal to x plus a square minus a into x plus b square minus b എന്ന് x plus b square മൈനസ് ബി എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കേണ്ട, കോഎഫിഷ്യന്റ് എക്സ് മാത്രം എടുക്കും. ഇവിടെ കോഎഫിഷ്യന്റ് എക്സ് എന്താ? എ. ഇവിടെ കോഎഫിഷ്യന്റ് എക്സ് എന്താ? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ് ബി. സോ എ പ്ലസ് ബി എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടെ കോഎഫിഷ്യന്റ് എക്സ് നോക്കാം, കുറച്ചുകൂടെ ഉണ്ട് നോക്കാം. ഇവിടെ കോഎഫിഷ്യന്റ് എക്സ് വരും. ഓക്കെ, എക്സ് ഇൻറ്റു ബി സ്ക്വയർ, ദാറ്റ് ഇസ് ബി സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ്, ദാറ്റ് ഇസ് മൈനസ് ബി, അതല്ലേ എക്സ് ഇൻറ്റു എ സ്ക്വയർ, ദാറ്റ് ഇസ് എ സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ്, ദാറ്റ് ഇസ് മൈനസ് എ. ഇതാണ് കോഎഫിഷ്യന്റ് എക്സ് വരുന്നത്. ഇത് നമുക്ക് ഒരു സൈഡിൽ കൊണ്ടുവരാം. നോക്കൂ, എ പ്ലസ് ബി, മൈനസ് എ പുറത്ത് വരുമ്പോൾ പ്ലസ് എ, മൈനസ് ബി വരുമ്പോൾ പ്ലസ് ബി, മൈനസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ടോട്ടലി വരുന്നത്. അതെന്തായി? 0 ആയി മാറി. സോ എ പ്ലസ് എ, ദാറ്റ് ഇസ് 2a, ബി പ്ലസ് ബി, ദാറ്റ് ഇസ് 2b ഇസ് ഈക്വൽ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ. ഇത്രയാണ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. അതാണ് നമ്മൾ 0 ടിക്കറ്റ് ചെയ്യുന്നത്. ഫൈനലി വി ഗെറ്റ്, നോക്കൂ, മൈനസ് എ സ്ക്വയർ മൈനസ് ബി റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോയാൽ 2 ഇൻറ്റു എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് ആൻസർ കിട്ടും. സോ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് മാത്രം കണ്ടുപിടിക്കുക, അതിനെ 0 ടിക്കറ്റ് ചെയ്യുക. ഇവിടെ കോഎഫിഷ്യന്റ് എക്സ് എന്താ? എ. ഇതെല്ലാം ഇപ്പുറത്ത് ഒരു സൈഡിൽ കൊണ്ട് ഇക്വേഷൻ ആകുമ്പോൾ ഒരു സൈഡിൽ കൊണ്ടുവരണമല്ലോ. ഇതെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോൾ എ പ്ലസ് ബി, മൈനസ് എ പറഞ്ഞ് പ്ലസ് എ, മൈനസ് ബി പറഞ്ഞ് പ്ലസ് ബി,
മൈനസ് എ സ്ക്വയർ ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇത് അത്രയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് നമ്മൾ എന്തോ ടിക്കറ്റ് ചെയ്തു 0 ടിക്കറ്റ് ചെയ്തു സോ വി ഗെറ്റ് ദ ആൻസർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എ പ്ലസ് ബി എന്ന് ആൻസർ കിട്ടും ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് ഈ ഫ്രൂട്ട്സ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ എന്ന് വന്നാൽ നിങ്ങൾ ആദ്യം കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് മാത്രം കണ്ടുപിടിക്കുക അതിന് 0 ടിക്കറ്റ് ചെയ്യുക അപ്പോൾ ആൻസർ കിട്ടും ഓക്കെ അല്ലേ ബൈ